Hi everyone, welcome to another important lesson for the paper literary theory. For the last class, we discussed Antonio Gramsci and we stopped there. We have to resume with Antonio Gramsci with another point called formation of intellectuals. There's a topic formation of intellectuals that we will be discussing later. Now we have to discuss another important point, that's subaltern, the concept of subaltern. So we are going to discuss the concept of subaltern here. The word subaltern stands for of inferior rank or status or subordinate, I mean the upper class people, hence of rank, then power, everything. സോ സബാൾട്ടേൺ എന്നുള്ള ടേമിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സബാൾട്ടേൺ എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു പിറകിലുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ആൻറ്റോണിയോ ഗ്രാംസ്കി തന്നെയാണ്. ആൻറ്റോണിയോ ഗ്രാംസ്കി ഹെജിമണി എന്നുള്ളൊരു ടേം കൊണ്ടുവന്നതിലൂടെയാണ് സബാൾട്ടേൺ എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തോട്ട് വരുന്നത്, ഒരു കാര്യം കൂടി ആളുകൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, in other words, it refers to the subordination of class, caste, gender, race, language and culture. Subordination ആണ്, ഐ മീൻ നമ്മൾ ഒരു കാസ്റ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ജെൻഡർ നോക്കിയിട്ട്, ഒരു റേസ് നോക്കിയിട്ട്, ഒരു ലാംഗ്വേജ് നോക്കിയിട്ട്, ഒരു കൾച്ചർ നോക്കിയിട്ട് അവരെ താഴ്ത്തി വയ്ക്കുക, അവരെ ഒരു താഴ്ന്ന ഒരു കാറ്റഗറി ആയിട്ട് അവരെ കാണുന്നതിനെയാണ് ഈ ഒരു സബാൾട്ടൺ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് ടു ദോസ് ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി ഹു ആർ സബ്ജക്റ്റ് ടു ദ ഡോമിനേഷൻ ഓഫ് ദ റൂളിംഗ് ക്ലാസ്. അതിന് കൂടാതെ ഈ റൂളിംഗ് ക്ലാസ്സിൻ്റെ അധികാരത്തിന് വിധേയമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെയും നമ്മൾ ഈ സബാൾട്ടൺ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമത്തിലൊക്കെ നമുക്കറിയാം, കർഷകരെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ താഴ്ന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ, അവർ മറ്റുള്ള റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ അവരുടെ വലിയ വലിയ പണം ഒക്കെയുള്ള ഭരണത്തിലേക്ക് അധികാരത്തിലേക്ക് നല്ല ഹാൻഡുള്ള ആളുകളുടെ അവരുടെ ഒരു കീഴിലായിരിക്കും അവർ ജീവിക്കുന്നത്. അവരോടായിരിക്കും ഇവർ കാര്യങ്ങളൊക്കെ തിരക്കുന്നത്, അവരോടായിരിക്കും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു ആ ഒരു ചെറിയ പിയർ ഗ്രൂപ്പിനെ നമുക്ക് സബാൾട്ടൺ എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കാം. ഓക്കെ, ഇൻ ജനറൽ സബാൾട്ടൺ ക്ലാസ്സസ് ഇൻക്ലൂഡ് പീസൻസ്. പീസൻസ് മീൻസ് ഗ്രാമവാസികൾ അല്ലെങ്കിൽ കർഷകർ, വർക്കേഴ്സ് തൊഴിലാളികൾ, ആൻഡ് അതർ ഗ്രൂപ്പ്സ് ഹാവ് ബീൻ ഡിനൈഡ് അക്സസ് ടു ദ ഹെജമോണിക് പവർ. ഹെജമണി എന്നുള്ള കാറ്റഗറി, ഉയർന്ന ഒരു സമൂഹവും താഴ്ന്നൊരു സമൂഹവും. അതിൽ ഈ താഴ്ന്ന സമൂഹത്തെയാണ് നമ്മൾ സബാൾട്ടൺ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് പഠിക്കുകയാണ്. സബാൾട്ടൺ സ്റ്റഡീസ് എന്നുള്ളൊരു സ്റ്റഡി ബ്രാഞ്ച് വരെ ഇപ്പോൾ നമുക്കുണ്ട്, അവരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സബാൾട്ടൺ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സബാൾട്ടൺ സൊസൈറ്റി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ക്ലാസിൻ്റെ ബേസിൽ, കാസ്റ്റിൻ്റെ ബേസിൽ, ജെൻഡർ, റേസ്, ലാംഗ്വേജ്, കൾച്ചർ, ഇതിൻ്റെ എല്ലാം ബേസിലാണ് ഇവർ മാറ്റി നിർത്തപ്പെടുന്നത്. So emergence theory of subaltern. Let's have a look at the emergence of the theory. Antonio Gramsci. So you can see the base of Antonio Gramsci here. Italian Marxist, best known for his elaboration of the concept of hegemony. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഹെജമണി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ ആൻറ്റോണിയോ ഗ്രാംസ്കിയാണ്. ഹെജമണിയിലൂടെയാണ് ഈ ഒരു സബാൾട്ടൺ എന്നുള്ള ടേം ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതാണ് ഇതിൻ്റെ ബേസ്. A founder of the Italian Communist Party in 1921, he was imprisoned by the fascists in 1926. അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. And spent the remainder of his life under arrest. While in prison, and despite poor health, he continued to study and write. അപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയും ജയിലിൽ നിന്നാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ദ പ്രിസൺ നോട്ട് ബുക്സ്, അദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് എഴുതിയിട്ടുള്ള നോട്ട് ബുക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കാണ് പ്രിസൺ നോട്ട് ബുക്ക്. അതിലാണ് അദ്ദേഹം ഈ ഹെജമണി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ ദ ഫാൾ ഓഫ് ഫാസിസം. അപ്പോൾ ഈ ഒരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് ഈ ഫാസിസ്റ്റം അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. റെപ്രസെൻറ്റ് ദ കോർ ഓഫ് ഹിസ് കൺസിഡറബിൾ കോൺട്രിബ്യൂഷൻ ടു മാർക്സിസ്റ്റ് തിയറി. ഇപ്പോൾ ഈ ഒരു ബുക്ക്, ദ പ്രിസൺ നോട്ട് ബുക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെയാണ് അദ്ദേഹം മാർക്സിസ്റ്റ് ഐഡിയോളജി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് ഈ ഒരു ബുക്കിലൂടെയാണ്.
സബാൾട്ടേൺ മീനിങ് ഓഫ് ഇൻഫീരിയർ റാങ്ക്. നമ്മൾ പറഞ്ഞു, എന്താ പറയുക, ഉന്നത കുലജാതിക്കാർ, അവരെ നമുക്ക് സബാൾട്ടേൺ എന്നുള്ള ടേം കൊണ്ട് അവരെയും അർത്ഥമാക്കാം. സബാൾട്ടേൺ എന്നുള്ളത് ഒരു അംബ്രല്ല ടേമാണ്. അതിൽ ഈ താഴ്ന്ന ജാതിക്കാരും മാറ്റി നിർത്തപ്പെട്ടവരും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരും എല്ലാം അതിൽ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ആൻ അംബ്രല്ല ടേം. So it's a term adopted by Antony Gramsci to refer to those working class people in Soviet Union who are subject to the hegemony of the ruling classes. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ അധികാരികളുടെ ചൂഷണത്തിന് വിധേയമായി കഴിയുന്ന ഒരു പാവപ്പെട്ട ഒരു ജനത, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു സ്മോൾ കാറ്റഗറി ഓഫ് പീപ്പിൾ, അവരെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻ്റോണിയോ ഗ്രാംസ്കി ഓഫ് ഇൻഫീരിയർ റാങ്ക് അല്ലെങ്കിൽ സബാൾട്ടേൺ എന്നുള്ള ടേം അദ്ദേഹം യൂസ് ചെയ്യുന്നത്. Okay, subaltern classes may include peasants, workers and other groups in access to the hegemonic power. സമൂഹത്തിലൊരു നല്ലൊരു പവർ അല്ലെങ്കിൽ ഒരു ഹെജമോണിക് പവർ, ഒരു അധികാരം ഇല്ലാത്ത ഒരു പാവപ്പെട്ടൊരു കാറ്റഗറിയെ, മാറ്റി നിർത്തപ്പെട്ട പോലെ തോന്നുന്ന ഒരു കാറ്റഗറിയെ പറയാൻ വേണ്ടിയിട്ടാണ് സബാൾട്ടേൺ എന്നുള്ള ടേം ആൻ്റോണി ഗ്രാംസ്കി യൂസ് ചെയ്യുന്നത്. ഇവിടെ സോവിയറ്റ് യൂണിയനിൽ ആയിരുന്നു അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. When we look to the another part of the emergence of the theory of subaltern, we can see another person named Gayatri chakravartis Spivak. Spivak ഒരു ഇന്ത്യൻ നാഷണാലിറ്റിയാണ്. Okay, so Spivak is an Indian scholar, literary theorist and feminist critic. She is a university professor at Columbia University. She is the co-founder of the Institute for Comparative Literature and Society. ഇപ്പോൾ ഗായത്രി ചക്രവർത്തി സ്പിവക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സബാൾട്ടൺ എന്നുള്ള ടോപ്പിക്കിലോട്ട് വരുന്ന സമയത്ത് സബാൾട്ടൺ സ്റ്റഡീസിനെ ഏറ്റവും കൂടുതൽ വിപുലീകരിക്കുകയും അതിനെ ഫേമസ് ആകുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഗായത്രി ചക്രവർത്തി സ്പിവക്. ഷീ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോസ്റ്റ് കൊളോണിയൽ ഇൻ്റലക്ച്വൽസ്. പോസ്റ്റ് കൊളോണിയൽ തിയറിയെ ഏറ്റവും കൂടുതൽ കീറിമുറിച്ച് പരിശോധിക്കുകയും അതിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂഷൻസ് സാഹിത്യത്തിന് നൽകുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ചക്രവർത്തി സ്പിവക്. Okay, the concept of the subaltern gained increased prominence and currency with Gayatri Chakravarti Spivak's article Can the Subaltern Speak in the year 1985. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1985 ചക്രവർത്തി സ്പിവാക്ക് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരാണ് ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക്. ആ ഒരു ആർട്ടിക്കിൾ പ്രസൻറ്റ് ചെയ്തതോടുകൂടി ഈ സബാൾട്ടൺ എന്നുള്ള വേർഡ് ഭയങ്കരമായിട്ടൊരു ഫേമസ് ആവുകയും അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അതിന് വരികയും ഒക്കെ ചെയ്തു. അക്കോർഡിംഗ് ടു സ്പിവക് ദ സബാൾട്ടൺ കനോട്ട് സ്പീക്ക്. അപ്പോൾ ഗായത്രി ചക്രവർത്തി സ്പിവക് പറയുന്നത് സബാൾട്ടൺ, ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് അവർക്ക് വോയിസ് ഇല്ല, അവർക്ക് സംസാരിക്കാൻ അവർക്ക് വോയിസ് ഇല്ല, അല്ലെങ്കിൽ അവർ അനുവദിക്കുന്നില്ല എന്നാണ്. ഷി ഒപ്പീൻസ് ദാറ്റ് ദ സബാൾട്ടൺ ഡസൻറ്റ് ഹാവ് എ വോയിസ്. കാരണം അവരെ സംസാരിക്കാൻ ആരും അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് ആരും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് സബാൾട്ടൺ ലിറ്ററേച്ചറൊക്കെ പിന്നീട് വരുന്നത്. ദലിത് ലിറ്ററേച്ചറൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വാസ് കണ്ടംപററി it was a commentary on the work of the subaltern studies group, questioning and exposing their patronizing attitude. അപ്പോൾ ഈ സബാൾട്ടേൺ സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ ഒരു സബാൾട്ടേൺ സ്റ്റഡീസ് ഗ്രൂപ്പ് അവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പാട്രണൈസിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ അപ്പർ ക്ലാസ് ആണ്. ഐ മീൻ പാട്രണൈസിങ് മീൻസ് എന്താ പറയുക, പരിപോഷിക്കുന്ന അല്ലെങ്കിൽ ഒരു തരം ഭയങ്കര പിന്തുണ നൽകുന്നത്. ഇപ്പോൾ അപ്പർ ക്ലാസ് പീപ്പിൾ റൂളിംഗ് ക്ലാസ്സിന് പിന്തുണ നൽകുന്നു. അപ്പോൾ അവിടെ എപ്പോഴും താഴ്ത്തപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോവർ ക്ലാസ് പീപ്പിളാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്മാൾ ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റിയാണ്. വലിയ നിയമങ്ങളിലൊന്നും കൈകടത്താൻ കഴിയാണ്ട്, വലിയൊരു സമ്പാദ്യമൊന്നുമില്ലാണ്ട് ഒരു അറിവിലൂടെ ജീവിച്ചു പോകുന്ന ഈ ഒരു സ്മാൾ കാറ്റഗറി ഓഫ് പീപ്പിളിനെയാണ് ഈ ഒരു ബിഗ് കാറ്റഗറി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഹ്യൂജ് കാറ്റഗറി ഓഫ് പീപ്പിൾ ആൾവേസ് ദേ ആർ എക്സ്പ്ലോയിറ്റിംഗ് ദം. അവർ ചൂഷണം ചെയ്യുകയും അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഇവരെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. സോ അതിനെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുകയും ഈ സബാൾട്ടേൺ എന്നുള്ള കാറ്റഗറിക്ക് അവരും ഒരു മനുഷ്യരാണ്, അവർക്കും സംസാരിക്കാനുണ്ട്, അവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് സബാൾട്ടേൺ സ്റ്റഡീസ് എന്നുള്ളൊരു സ്റ്റഡി ബ്രാഞ്ചൊക്കെ വരുന്നത്. സ്പിവാക് ഇൻ ഹെർ എസ്സേ ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക് റൈറ്റ്സ്. അപ്പോൾ ആ ഒരു എസ്സേയിൽ ഒരുപാട് കാര്യങ്ങൾ ചക്രവർത്തി സ്പിവാക് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ സബാൾട്ടൺ കനോട്ട് സ്പീക്ക്. ദർ ഈസ് നോ
ചക്രവർത്തി സ്പിവാക്ക് പറയുന്നത് ഈ സബാൾട്ടേൺ കാറ്റഗറിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ്, അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ്. ദർ ഇസ് നോ വേർച്യൂ ഇൻ ഗ്ലോബൽ ലോണ്ടറി ലിസ്റ്റ് വിത്ത് വിമൻ അപ്പിയേഴ്സ്. അപ്പോൾ പൊതുവെ കാണുന്നൊരു കാര്യം, സ്ത്രീകൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വളരെയധികം ഈശ്വരഭക്തിയോടുകൂടി ഒരു ഭാഗത്തൂടെ ജീവിച്ചു പോവുക എന്നുള്ളതാണ്. സോ അതിനെതിരെയാണ് എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു സബാൾട്ടൺ എന്നുള്ളത് ജെൻഡർ ബേസിലും വരാം. ഐ മീൻ ഫീമെയിൽ കാറ്റഗറിയെ മാത്രം, അവർക്ക് മാത്രം കുറേ റൂൾസ്, അങ്ങനെയും ഒരു കാറ്റഗറിയിൽ സബാൾട്ടൺ എന്നുള്ള വേർഡിന് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ഈ ഒരു എസ്സേയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ത്രീകൾ എപ്പോഴും നല്ല രീതിയിൽ ധാർമ്മികമായിട്ട് പോകണം, പക്ഷെ പുരുഷന്മാർക്കത് പറ്റില്ല, അതെന്തുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ദെൻ റെപ്രസെൻറ്റേഷൻ ഹാസൻഡ് വിതേർഡ് അവേ. അതുപോലെ എങ്ങോട്ടൊന്നുമില്ലാതെയാണ് ഈ ഒരു ക്രിട്ടിക്കുകളും അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ ആക്ച്വലി ഈ ഒരു സബാൾട്ടേൺ കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് കുറേ നിയമങ്ങൾ, അവർക്ക് മാത്രമായിട്ട് കുറേ കാര്യങ്ങൾ, അവർക്ക് ഫ്രീഡം നൽകുന്നില്ല, അവർക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ലഭിക്കുന്നില്ല. സോ അവരുടെ റെപ്രസെൻറ്റേഷൻസ് എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനെയെല്ലാം വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഫീലിങ്സ് റെപ്രസെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനോ അവർക്ക് വേണ്ടിയിട്ട് എഴുതാനോ ഒന്നും പ്രത്യേകം കമ്മ്യൂണിറ്റിയോ പ്രത്യേകം ഓർഗനൈസേഷൻസോ ഒന്നും ഇല്ല എന്നാണ് ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. അപ്പോൾ ചക്രവർത്തി സ്പിവാക്ക് ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദി ഫീമെയിൽ ഇൻ്റലക്ച്വൽ ഹാസ് എ circumscribed task which she must discern with a flourish. ഇപ്പോൾ ഇവിടെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സർക്കംസ്ക്രൈബ് മീൻസ് നമ്മൾ ചുരുങ്ങുക, അല്ലെങ്കിൽ എന്താ പറയുക, അതിർത്തി നിശ്ചയിക്കുക, ഒതുക്കി നിർത്തുക എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ് സർക്കംസ്ക്രൈബ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഫീമെയിൽ ഇൻ്റലക്ച്വൽസ്, ഐ മീൻ ഇപ്പോൾ ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനെ പോലെ, വിർജീനിയ വുൾഫിനെ പോലെ, മേരി ഷെല്ലിയെ പോലെ, എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ഈ ഫെമിനിസ്റ്റ് ഫീൽഡിലൂടെ അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഇത്തരം ആളുകളെല്ലാം പറയുന്നത് ആക്ച്വലി എന്താണ്, വിമൻ ഡിസോൺ ടു എ ഫ്ലറിഷ്. ഐ മീൻ ആക്ച്വലി ഇവർ സ്ത്രീകളെ എല്ലായിടത്തും കൈവിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസോൺ, കൈവിടുകയാണ് ചെയ്യുന്നത് സ്വന്തം. ഐ മീൻ അവർക്ക് പല ഏരിയാസിലും പല ഭാഗത്തോട്ട് ചെല്ലുന്ന സമയത്തും, അവരൊരു നോവൽ എഴുതുന്ന സമയത്ത് നമുക്ക് കാണാം, ഈ ഹാരി പോട്ടറുടെ ഒക്കെ ഇഷ്യൂ അതായിരുന്നു. ഐ മീൻ ഹാരി പോട്ടറൊക്കെ നോവൽ എഴുതിയ സമയത്ത് അത് റിജക്റ്റ് ചെയ്തിരുന്നു. ഒരു സ്ത്രീ നോവൽ എഴുതി വരുന്നു, വലിയൊരു സംഭവം, ഐ മീൻ അത് ഫസ്റ്റ് റിജക്റ്റഡ് ആയിരുന്നു. സോ അങ്ങനെയുള്ള ഒരു ഡിസോൺ, അവരെല്ലാവരും കൈവെടിയുന്ന ഒരവസ്ഥ, അവരെല്ലാവരും തഴയുന്നൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ഈ ഒരു ആർട്ടിക്കിളിലൂടെ പറയുന്നൊരു പോയിൻ്റാണിത്. ഓക്കെ, അപ്പോൾ ജെൻഡറിൻ്റെ ബേസിൽ ഇത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് വളരെയധികം ഭയാനകമായ രീതിയിൽ ജെൻഡറിൻ്റെ ബേസിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട് എന്നാണ് ചക്രവർത്തി സ്പിവാക്ക് പറയുന്നത്. And this is however not to say that the physical act of speaking is impossible from within the subaltern position. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു സബാൾട്ടേൺ ബേസിൽ നിന്നുകൊണ്ട് നമുക്ക് ആക്ച്വലി ഈ സബാൾട്ടേൺ കമ്മ്യൂണിറ്റി അവർ റെവല്യൂഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അവരിങ്ങനെ ഈ ഒരു ഒതുങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരുടെ മൈൻഡിനെ പോലും ഈ ഒരു ഹൈ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ ഈ അപ്പർ ക്ലാസ് പീപ്പിൾ സ്വാധീനിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ചക്രവർത്തി സ്പിവാക്ക് പറയുന്നത്. അവരെ ആക്ച്വലി ഫിസിക്കലി അവരൊന്നും ചെയ്യാൻ അവർ ചിന്തിക്കുന്ന പോലുമില്ല. ഫിസിക്കൽ ആക്ട് ഓഫ് സ്പീക്കിംഗ്, അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടി അവർ വാദിക്കുന്നില്ല. അതിനെല്ലാം കാരണം അതിനൊരു ബേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നതിലൂടെ ഒരുപാട്, അതിനുശേഷം ഈ ഒരു ദലിത് ലിറ്ററേച്ചറിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദലിത് ലിറ്ററേച്ചറിൽ വലിയ വലിയ വർക്കുകൾ വരെ വന്നിട്ടുണ്ട്. അതെല്ലാം ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ ലോകം അക്സെപ്റ്റ് ചെയ്യുകയും ക്രിട്ടിക്കുകൾ പരിശോധിക്കുകയും വലിയ ഒരു ഇമ്പോർട്ടൻസ് അതിനെല്ലാം ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് പറയുന്ന മറ്റൊരു കാര്യം, ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ആക്ട് ഇൻ എ ഫിസിക്കൽ മോഡ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ അവർക്ക്
അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫിസിക്കൽ പവർ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം അവരെ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ കാര്യമാണ് എന്നാണ് ചക്രവർത്തി സ്പിവക് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഈ ഒരു എസ്സേക്ക് ശേഷം ഒരുപാട് ചേഞ്ചസ് അതിലും വന്നിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ചൂഷണങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഓർഗനൈസേഷൻസും ഓരോ രാജ്യത്തും ഓരോ സ്റ്റേറ്റുകളിലൊക്കെ വന്നിട്ടുണ്ട്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ persistently generate an enormous literature. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ഒരു ദലിത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സബാൾട്ടൺ ലിറ്ററേച്ചറാണ്. മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ സ്വരം, അവരുടെ സൗണ്ടാണ് പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. എസ്പെഷ്യലി ബൈ ലിറ്റററി ക്രിറ്റിക്സ്, ഫെമിനിസ്റ്റ്, ആർട്ട് ഓഫ് ക്രിറ്റിക്സ്, സോഷ്യൽ റിഫോമിസ്റ്റ്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ്. സോ എല്ലാ മേഖലയിലും ഈ ഒരു മാറ്റം അതിനുശേഷം വന്നിട്ടുണ്ട്. ഐ മീൻ സബാൾട്ടേൺ കമ്മ്യൂണിറ്റി പിന്നെ ഉയർന്നു വരികയും അവരുടേതായിട്ടുള്ള അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരുപാട് ക്രിട്ടിക്കുകളും റൈറ്റേഴ്സും ഫെമിനിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും റിഫോമിസ്റ്റുകളും എല്ലാം ഈ സബാൾട്ടേൺ കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് തന്നെ ഒരുപാട് പിന്നീട് വരികയുണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ അതിനൊരു ബേസ് കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്? ആൻ്റോണിയോ ഗ്രാംസ്കിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹെജിമണി എന്നുള്ള ടേമിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ഒരു സബാൾട്ടേൺ എന്നുള്ള ടേമിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സബാൾട്ടൺ എന്നുള്ള ടേമിനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗായത്രി ചക്രവർത്തി സ്പിവക്കാണ്. ഓക്കെ, സോ വാട്ട്സ് സബാൾട്ടൺ സ്റ്റഡീസ്? സബാൾട്ടൺ സ്റ്റഡീസ് ഇനിഷ്യേറ്റഡ് ഇറ്റ്സ് റിമാർക്കബിൾ വർക്ക് ഇൻ ഇംഗ്ലണ്ട് ഫ്രം ദ എൻഡ് ഓഫ് 1970s. സോ ഈ സബാൾട്ടൺ സ്റ്റഡീസ് എന്നുള്ളൊരു സ്റ്റഡി ബ്രാഞ്ച് 1970കളുടെ അവസാനത്തിലാണ് വരുന്നത്. ഓക്കെ, ഡ്യൂറിങ് ഡിസ്കഷൻസ് ഓൺ സബാൾട്ടൺ തീംസ് അമംഗ് എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററിയൻസ് ലെഡ് ടു എ പ്ലാൻ ടു ലോഞ്ച് എ ന്യൂ ജേർണൽ ഇൻ ഇന്ത്യ. അപ്പോൾ അവരുടെ ഡിസ്കഷൻസിന് ശേഷം അതിനെല്ലാം ശേഷം അവരൊരു പുതിയൊരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. ആൻഡ് യു ക്യാൻ സി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഇൻ ന്യൂ ഡൽഹി agreed to publish 3 volumes of essays titled Subaltern Studies, Writing on South Asian History and Society from 1982, edited by Ranjit Guha. So ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അംഗീകാരം നൽകുകയും അങ്ങനെ ഇന്ത്യയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഈ സബാൾട്ടേൺ സ്റ്റഡീസിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ എംപവർമെൻറ്റ് വേണ്ടി ഈ ഒരു എസ്സേസ് സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പബ്ലിഷ് ചെയ്യാൻ അംഗീകാരം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാം നേതൃത്വം നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമുക്കറിയാം, രഞ്ജിത്ത് ഗുഹയാണ്. സോ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലീഡർ ഓഫ് ദിസ് ലിറ്റററി മൂവ്മെൻറ്റ് വാസ് രഞ്ജിത്ത് ഗുഹ, ഹു ഹാഡ് റിട്ടൺ ഓൺ പീസൻറ്റ് അപ്രൈസിംഗ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഗ്രാമീണവാസികളുടെ ഉയർച്ച താഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ അപ്രൈസിങ്ങിനെ കുറിച്ച് എല്ലാം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് രഞ്ജിത്ത് ഗുഹ. അപ്പോൾ അദ്ദേഹമായിരുന്നു ആ ഒരു സമയത്ത് ഇതിൻ്റെ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത്. ഓക്കെ, മച്ച് ഓഫ് ദ കളക്റ്റീവ് ഏർലി വർക്ക് ഡെൽറ്റ് വിത്ത് ദ പൊളിറ്റിക്സ് ഓഫ് പെസൻസ് ഹു ഹാഡ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ ദ മാസ് മൂവ്മെൻറ്റ്സ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ഒരുപാട് കാരണമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ കാണാൻ പറ്റുക. ദെൻ വേ സ്റ്റോപ്പഡ്. ഓക്കെ, ഒരുപാട് വർക്കുകൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഒരുപാട് ഈ ദലിത് പീപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു സബാൾട്ടൺ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള വർക്കുകൾ, അവരുടെ ഒരുപാട് വർക്കുകൾ എഴുതുകയും അങ്ങനെയുള്ള എഴുതപ്പെട്ട വർക്കുകളെല്ലാം പബ്ലിഷ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാസീവായിട്ടുള്ള ചേഞ്ചസ് സൊസൈറ്റിയിൽ നടന്നതുകൊണ്ട് തന്നെ അതൊരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിന് ഒരു ഭയങ്കര മുതൽക്കൂട്ടായിരുന്നെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെയൊക്കെ ചക്രവർത്തി സ്പിവക് പറയുന്നത്. We can see Chakravarti Spivak is a person from India. Okay, so the member of the subaltern studies group were, അതിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട മെമ്പേഴ്സിനെയാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഷാഹിദ് അമീൻ, ഡേവിഡ് അർണോൾഡ്, പാർത്ഥ ചാറ്റർജി. കാരണം ഇതിൽ ഇന്ത്യൻസ് ഉണ്ട്, ബ്രിട്ടീഷ് പീപ്പിളുണ്ട്. സോ നമുക്കറിയാം ഇന്ത്യൻസും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പീപ്പിളും ഇന്ത്യൻസും തമ്മിൽ കൂടി ചേർന്നിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ പാർത്ഥ ചാറ്റർജി ഈസ് ആൻ ഇന്ത്യൻ, David Hardiman is a British person. So Dibesh Chakravarti is from India and Gyanendra Pandey is from also in India. So for Indian British people അവരുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു സബാൾട്ടൺ സ്റ്റഡീസിൻ്റെ ഒരു മുതൽക്കൂട്ട്.
So, subaltern studies is a broadly influential academic movement whose goal is to refocus history on the unique role of subaltern or marginalized people in bringing about large scale transformation in society. ഇപ്പോൾ ഈ സബാൾട്ടൺ സ്റ്റഡീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താ, സമൂഹത്തിൽ ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവർ അതിന് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം റീഫോക്കസ് ദ ഹിസ്റ്ററി, ചരിത്രത്തെ അവർ റീഫോക്കസ് ചെയ്യണം. ഐ മീൻ അവരത് വീണ്ടും എടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്ററി അവർ വീണ്ടും എടുക്കുന്നു, പഠിക്കുന്നു. ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ നോക്കുന്ന സമയത്ത് ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഈ ഒരു സബാൾട്ടേൺ കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങളും വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഏത് കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ പഠിക്കുന്നു, അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് എഴുതുന്നു, അതിനെക്കുറിച്ച് ബുക്സ് എഴുതുന്നു, അതിനെക്കുറിച്ച് പഴയ കാലത്ത് ഈ നടന്നിട്ടുള്ള ഈ ചൂഷണത്തെയും പുതിയ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെയും തമ്മിൽ അവർ കമ്പയർ ചെയ്യുന്നു. സോ അങ്ങനെ ഒരു വൈൽഡായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഈ സബാൾട്ടൺ സ്റ്റഡീസിൽ പിന്നെ നടന്നിട്ടുള്ളത്. ദ സെൻട്രൽ ഒബ്ജക്റ്റീവ് വാസ് ടു റീടേക്ക് ഹിസ്റ്ററി ഫോർ ദ അണ്ടർ ക്ലാസസ് ഹൂസ് വോയിസസ് ഹാഡ് ബീൻ ഹേർഡ് ഏർലിയർ. അപ്പോൾ ഇവിടെ ഹിസ്റ്ററി അവർ ചരിത്രത്തെ പുനഃപരിശോധിക്കുകയാണ് ചെയ്യുന്നത്. സബാൾട്ടൺ ക്രിറ്റിക്സ് അല്ലെങ്കിൽ സബാൾട്ടൺ റൈറ്റേഴ്സ് ചെയ്യുന്നത് ചരിത്രത്തെ പുനഃപരിശോധിക്കുക, അതിലൂടെ പണ്ട് ശബ്ദം ഇല്ലാണ്ടിരുന്ന ഈ സബാൾട്ടൺ കമ്മ്യൂണിറ്റിക്ക് ഒരു ശബ്ദം നൽകുക, അവരെ ഒരു മുന്നിലോട്ട് കൊണ്ടുവരിക, അവർക്ക് വേണ്ടി സംസാരിക്കുക, അവർക്ക് വേണ്ടി വാദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റൈറ്റിങ്സിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദേ വർ ഹൈലൈറ്റിംഗ് ഓൺ സബാൾട്ടൺ ഇൻ ടേംസ് ഓഫ് ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, റേസ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സബാൾട്ടൺ കമ്മ്യൂണിറ്റി അവരെ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതല്ല, അല്ലെങ്കിൽ ഈ സബാൾട്ടൺ എന്നുള്ളൊരു ടേം ഉണ്ടാവാൻ തന്നെ റീസൺ എന്താണ്, ഈ ഒരു ഡിസ്ക്രിമിനേഷനാണ്. എന്തിൻ്റെ പേരിൽ? ക്ലാസിൻ്റെയോ കാസ്റ്റിൻ്റെയോ ജെൻഡറിൻ്റെയോ റേസ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. സോ എവറിഥിങ് യു ക്യാൻ സി. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദീസ് some terms, it happens. The subaltern community generates. The subaltern community gets its birth. And everything related to the subaltern community, their birth, their sufferings, and their death, their ending. So everything will be the topics for subaltern studies. എല്ലാം ഈ സബാൾട്ടൺ സ്റ്റഡീസിൽ ആക്ച്വലി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സബാൾട്ടൺ സ്റ്റഡീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊരു ബേസാണ്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സബാൾട്ടൺ സ്റ്റഡീസിലോട്ട് പോകണം. ഓക്കെ, സോ ലെറ്റ് us meet again for the next class. Okay.